നമസ്കാരം. ഞാൻ മനോജ് നെടിയാക്കൽ. കേരളത്തിൽ ഇപ്പോൾ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് മഴയില്ലായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ നിലമ്പൂർ ഭാഗത്തൊന്നും മഴ ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും മഴ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. അതിപ്പോൾ വലിയൊരു വിനയായിരിക്കുകയാണ്. വേനൽ മഴ, കാറ്റ് 38 വീട് തകർന്നു. ആലപ്പുഴ. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വേനൽ മഴയിലും ശക്തമായ കാറ്റിലും ജില്ലയിൽ വ്യാപക നാശം. കണക്കനുസരിച്ച് ഞായർ രാവിലെ വരെ വേനൽ മഴയിൽ 38 വീടുകൾ ഭാഗികമായി തകർന്നു. അമ്പലപ്പുഴ താലൂക്കിൽ 7 വീടും കുട്ടനാട്ടിൽ 31 വീടുമാണ് തകർന്നത്. ഞായർ രാവിലെ വരെ ശരാശരി 34.88 മില്ലിമീറ്റർ മഴ ലഭിച്ചു. ചേർത്തലയിൽ 34.88 മില്ലിമീറ്ററും കായംകുളം 55.2 മില്ലിമീറ്റർ, മാവേലിക്കര 32 മില്ലിമീറ്റർ, കാർത്തികപ്പള്ളി 4.4 മില്ലിമീറ്റർ, മങ്കൊമ്പ് 7.6 മില്ലിമീറ്റർ എന്നിങ്ങനെയാണ് വിവിധയിടങ്ങളിൽ ലഭിച്ച മഴ. 21 വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൈനഗരി പഞ്ചായത്തിൽ ശക്തമായ കാറ്റിലും മഴയിലും നാശമുണ്ടായി. 1, 2, 5 വാർഡുകൾ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സന്ദർശിച്ചു. തുടർ നടപടികൾ സ്വീകരിക്കാൻ ഇടപെടുമെന്ന് ഉറപ്പു നൽകി. 6 വീടിനാണ് കനത്ത നാശനഷ്ടമുണ്ടായത്. 1-ാം വാർഡിൽ കന്നിട്ടക്കായൽ പാടശേഖരത്തിന് സമീപം കായലിൽ വെള്ളം ഉയർന്ന് വീടുകളിലേക്ക് കയറുകയും നാശനഷ്ടമുണ്ടാകുകയും ചെയ്തിരുന്നു. വില്ലൻ മിന്നൽ. ഇടിമിന്നലിൻ്റെ ലക്ഷണം കണ്ടാൽ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്നും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെങ്കിൽ ജനലും വാതിലും അടച്ചിടണമെന്നും കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കണമെന്നും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നിർദ്ദേശങ്ങൾ: ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. ഇടിമിന്നൽ സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നതും ഒഴിവാക്കുക. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിൻ്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം. വളർത്തു മൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത്. ഇടിമിന്നലിൽ നിന്നും സുരക്ഷിതമാക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാം. വൈദ്യുത ഉപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി സർജ് പ്രൊട്ടക്ടർ ഘടിപ്പിക്കാം. മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകാൻ മടിക്കരുത്. മിന്നലേറ്റ ആളിന് ഉടൻ വൈദ്യസഹായം എത്തിക്കുക. അപ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഓരോ ദിവസം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 26-ാം തീയതി മുതൽ കാലവർഷം കേരളത്തിൽ എത്തുമെന്നാണ് പറയപ്പെടുന്നത്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് സുരക്ഷിതരായിരിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.